US-ൽ നിന്ന് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ്. അമേരിക്കയിൽ ജനിച്ചു വളർന്നവർക്ക് മാത്രമായി പൗരത്വം അനുവദിക്കുന്നതിനുള്ള നിയമങ്ങൾ അടിയന്തരമായി നടപ്പാക്കുന്നതിനും ട്രംപ് ഭരണകൂടം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഒരു സംഘടനയുടെ ഹർജിയാണ് ചർച്ചയാവുന്നത്. US-ന്റെ പ്രഥമ വനിതയായ മെലാനിയ ട്രംപ്, മെലാനിയയുടെ മാതാപിതാക്കൾ, മെലാനിയയുടെ പുത്രൻ ബാരോൺ ട്രംപ് എന്നിവരെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോഴും പ്രഥമ വനിതയും അവരുടെ മാതാപിതാക്കളും സൗജന്യങ്ങൾ അനുഭവിക്കുന്നു. ഇതിനെതിരെയുള്ള പ്രതിഷേധമായാണ് മൂവ് ഓൺ എന്ന സംഘടനയുടെ ഹർജി. ശാസ്ത്രം, കല, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുന്ന വ്യക്തികൾക്ക് മാത്രം നൽകി വരുന്ന ഐൻസ്റ്റീൻ വിസ എന്ന പേരിൽ അറിയപ്പെടുന്ന EB-1 വിസ മെലാനിയ ട്രംപ് ഉപയോഗിക്കുന്നതും ചർച്ചയായിട്ടുണ്ട്. ട്രംപ് ആദ്യം സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. സ്ലോവേനിയയിൽ ജനിച്ച മെലാനിയ 2006-ലാണ് US പൗരത്വം നേടിയത്. US-ലേക്ക് കുടിയേറി പൗരത്വം നേടിയ ആദ്യത്തെ US പ്രഥമ വനിതയാണ് മെലാനിയ എന്നാണ് റിപ്പോർട്ടുകൾ. മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡിന് വേണ്ടി മെലാനിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 5 മാസം മുമ്പാണ് ഹർജി നൽകിയിരുന്നതെങ്കിലും ഇപ്പോഴാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ ഹർജിയിൽ 6000-ത്തിലധികം പേർ ഒപ്പിട്ട് കഴിഞ്ഞു. രാജ്യത്തെ നിയമാനുസൃതമായ രീതിയിലൂടെ പൗരത്വം നേടിയവരെ പോലും US-ൽ നിന്ന് പുറത്താക്കുകയാണ് ട്രംപ്. അങ്ങനെയാണെങ്കിൽ ട്രംപ് ആദ്യം മെലാനിയെയും മാതാപിതാക്കളെയും നാടുകടത്തേട്ടെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഇത്തരം വിഷയങ്ങളിൽ പ്രസിഡന്റ് നിഷ്പക്ഷത പാലിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എന്തായാലും ഹർജി വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ട്രംപിന് വലിയ തിരിച്ചടിയായാണ് ഈ ചർച്ചകളെ വിലയിരുത്തുന്നത്. കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ്. US-ലേക്ക് അനധികൃതമായി കുടിയേറിയവർ ആക്രമണകാരികളാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. അവരെ കോടതിയിൽ ഹാജരാക്കലോ വിചാരണയോ കൂടാതെ നാടുകടത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. നിലവിലുള്ള കുടിയേറ്റ നിയമത്തെയും ട്രംപ് വിമർശിക്കുന്നു. അത് പരിഹാസ്യമാണെന്നാണ് ട്രംപ് പറയുന്നത്.